മാത് മൈൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കോഡിംഗ് ഡീകോഡിംഗ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്ക് പല പരീക്ഷകളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. റീസണിങ്, മെൻ്റൽ എബിലിറ്റി എക്സാംസിലൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോഡിംഗ് എന്താണെന്ന് നോക്കാം. കോഡിംഗ് മീൻസ് ടു ഹൈഡ് ദ മീനിങ് ഓഫ് എനി മെസ്സേജ്. അതായത് ഒരു മെസ്സേജിനെ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മറച്ചു വെച്ച് അതിൻ്റെ മറ്റൊരു രീതിയിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീകോഡിംഗ് എന്തായിരിക്കും? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അതായത് മറഞ്ഞിരിക്കുന്ന സന്ദേശത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ മീനിങ് ഓഫ് ദാറ്റ് മെസ്സേജ്. അപ്പം ഈ കോഡിങ്ങിൻ്റെ ഡീകോഡിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് ആൽഫബറ്റ് കോഡിംഗ്, നമ്പർ കോഡിംഗ് ആണ്. അത് പഠിക്കാനായിട്ട് ഫോർവേഡ് ഓർഡറും ബാക്ക്വേർഡ് ഓർഡറും എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഫോർവേഡ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓരോ ആൽഫബറ്റ്സിനും എ തൊട്ട് ഇസഡ് വരെയുള്ള എല്ലാ ആൽഫബറ്റ്സിനും ഓരോ പൊസിഷൻ കൊടുക്കുകയാണ്. ആ പൊസിഷൻ നമ്മൾ നമ്പേഴ്സ് വെച്ചാണ് കൊടുക്കുന്നത്. അതായത് എക്ക് ഫസ്റ്റ് പൊസിഷൻ, ബിക്ക് സെക്കൻഡ് പൊസിഷൻ, അങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ പൊസിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇസഡ് വരെ ആകുമ്പം ഇസഡിൻ്റെ പൊസിഷൻ 26 ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫോർവേഡ് ഓർഡർ എന്ന് പറയും. ബാക്ക്വേർഡ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ എന്തായിരിക്കും? അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എക്ക് 26, ബിക്ക് 25, അങ്ങനെ ഒരു ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും പോകുന്നത്. ഇസഡ് ആകുമ്പോഴത്തേനും ഫസ്റ്റ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ ഫോർവേഡ് ഓർഡറും ബാക്ക്വേർഡ് ഓർഡറും നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം എ തൊട്ട് എം വരെയുള്ള ആൽഫബറ്റ്സിൻ്റെ ഫോർവേഡും ബാക്ക്വേർഡും പഠിച്ചു വെച്ചാൽ ഓപ്പോസിറ്റ് പെയർ എന്താ നോക്കിയാൽ മാത്രം മതി. ഓപ്പോസിറ്റ് പെയർ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു എക്ക് ഫോർവേഡ് ഓർഡർ 1 ആണ്, ബാക്ക്വേർഡ് ഓർഡർ 26 ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ആൽഫബറ്റ് ഉണ്ടല്ലേ, 1ഉം 26ഉം പൊസിഷൻ വരുന്ന ഒരു ആൽഫബറ്റ് ഇസഡ്. ഇസഡ് ഫോർവേഡിൽ 26 ആണ്, ബാക്ക്വേർഡിൽ ഫസ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എയും ഇസഡ് എന്താണ്? ഓപ്പോസിറ്റ് പെയറാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ബിയും വൈയും ഓപ്പോസിറ്റ് പെയറാണ്, സിയും എക്സും ഓപ്പോസിറ്റ് പെയറാണ്, എമ്മും എന്നും ഓപ്പോസിറ്റ് പെയറാണ്. അപ്പം എം വരെയുള്ള ആൽഫബറ്റ്സിൻ്റെ ഫോർവേഡും ബാക്ക്വേർഡും അറിയാമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് പെയർ ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. നോക്കേ, ഇവിടെ സി എന്ന് പറയുന്നത് 3A1 ടീൻ്റെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഫസ്റ്റ് പൊസിഷനിലും സി തേർഡ് പൊസിഷനിലും ആണെങ്കിൽ ടി എന്ന് പറയുന്നത് ഫോർവേഡ് ഓർഡറിൽ നോക്കുമ്പോൾ നമുക്കറിയാം 20th പൊസിഷനിലാണ് വരുന്നത്. അപ്പം CAT എന്ന് പറയുന്നത് നമുക്ക് 3, 1, 20 എന്നുള്ളത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിൽ ബി എന്ന് പറയുന്നത് 25 ആണ്, എ 26 ആണ്, ടീൻ്റെ പൊസിഷനാണ് കാണേണ്ടത്. അപ്പോൾ ബി 25th പൊസിഷനിലാണ്, എ 26 ആണെങ്കിൽ ടി എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഓർഡർ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്തായിരിക്കും? 7th പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ കാണും. അതായത് BAT എന്ന് പറയുന്നത് നമുക്ക് 25, 26, 7 എന്നുള്ളത് കിട്ടും. അപ്പം ഇനി കോഡിങ്ങിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് ഉള്ളത്. ലെറ്റർ കോഡിംഗ്, നമ്പർ കോഡിംഗ്, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് നെയിംസ്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നോക്കിയത് കോഡിംഗ് എന്താണ്, ഡീകോഡിംഗ് എന്താണ്, ഫോർവേഡ് ഓർഡർ എന്താണ്, ബാക്ക്വേർഡ് ഓർഡർ എന്താണ്, ഓപ്പോസിറ്റ് പെയർ, പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് കോഡിംഗ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. അടുത്ത വീഡിയോയിൽ ലെറ്റർ കോഡിംഗ് എന്താണെന്നും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.